ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. 2019 നമ്മുടെ കോഴിക്കോട് വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, BMW X4. അത് സെക്കൻഡ് ജനറേഷൻ BMW X4ൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ഇതാണ് ആ വാഹനം. കോഴിക്കോട് ലോഞ്ച് ചെയ്ത വാഹനമല്ല കേട്ടോ, ഇത് ഇവിടെ സൗദിയിലുള്ള വാഹനമാണ്. ഇത് BMW X4. അന്ന് ഇറങ്ങിയത് സെക്കൻഡ് ജനറേഷൻ ആയിട്ട് വന്ന BMW X4 ആയിരുന്നു. G02 എന്ന് പറയും. F26 ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ, 2014 ഇറങ്ങിയത്. അതിനുശേഷം 2019 ഞാൻ പറഞ്ഞ പോലെ ഒരു മാർച്ചിലാണ് തോന്നുന്നു, 2019 ഇതിൻ്റെ ലോഞ്ച് കോഴിക്കോണ്ടായിരുന്നു. അന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തൊരു സുഹൃത്തായ സിബിലിനൊക്കെ ഞാൻ പരിചയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് 2018 ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത സെക്കൻഡ് ജനറേഷന്. അതിനൊരു ഫേസ് ലിഫ്റ്റ് മോഡൽ ഉണ്ടായിരുന്നു. ഇത് പ്രീ ഫേസ് ലിഫ്റ്റ് ആണ്. ആക്ച്വലി ഇത് 2021 മോഡലാണ്. 2022 ഒരു ഫേസ് ലിഫ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് മാറ്റങ്ങൾ ഇത് ഫ്രണ്ടിൽ തന്നെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ നമ്മളിന്ന് നമുക്ക് അവതരിപ്പിക്കുന്നത് നമ്മുടെ BMW X4ൻ്റെ സെക്കൻഡ് ജനറേഷൻ വാഹനം, അതായത് BMW X4 G02 മോഡലാണ്. സോ എല്ലാവർക്കും മോട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഇതാ വലിയൊരു BMWൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കിഡ്നി ഗ്രില്ല് ഇവിടെ ഉണ്ട്. അലൂമിനിയം ഫിനിഷിൽ ചെറിയൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഗ്രില്ലാണ്. അതിൽ നിങ്ങൾക്ക് കാണാം രണ്ട് വലിയ പൈപ്പുകൾ എൻജിനെ കവർ ചെയ്തിട്ട്. ആൻഡ് ഇതാണ് BMWയുടെ അഡാപ്റ്റീവ് LED. പണ്ടൊക്കെ റൗണ്ടായിരുന്നെങ്കിൽ അത് ഒരു എക്സാഗണൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ചെറിയ ചെറിയ എലമെൻസും കാര്യങ്ങളൊക്കെ കാണാം. മീൻസ് ആ ഒരു ലൈറ്റൊക്കെ താഴ്ന്നു വന്നു. അതിൽ തന്നെ DRL ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഫോഗ് ലാമ്പ്, LED ഫോഗ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഫേക്ക് വെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് എയർ ഡാം. ഇവിടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറയും നൽകിയിട്ടുണ്ട്. ഒരു M സ്പോർട്ട് ട്രിമ്മാണ് ഈ ഒരു വാഹനം. നമുക്ക് 3 ട്രിമ്മിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. അതായത് ലക്ഷറി ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, പിന്നെ M സ്പോർട്ട് വേരിയൻ്റ് നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. ഈ സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു BMW M-ൻ്റെ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. വീണ്ടും ഒരു ഫേക്ക് വെൻ്റ് കുറച്ച് സൗന്ദര്യം കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. ഇനി വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 245, 45, 20 ഇഞ്ച് വീലാണ്. ഒരു BMW M-ൻ്റെ വീലാണ് നൽകിയിട്ടുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരു 9 സ്പോക്ക് വീലാണ്. ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, അങ്ങനെയാണ് അത് നൽകിയിട്ടുള്ളത്. ആ ഒരു വീൽ ആർച്ചുകളൊക്കെ പെയിൻറ്റ് ബോർഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് അങ്ങനെ ഒഴുകി പോവാണ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബോഡി കളേർഡ് മിറേഴ്സാണ്. ഇവിടെയൊക്കെ ക്രോമിന് പകരം ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഇൻഡിക്കേറ്റർ, ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് അവിടെ ഉണ്ട്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ്. സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒരുപാട് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറുതായിട്ട് ബൾജ് ചെയ്ത് തരികയാണ്. ഇവിടെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ ഒരു ഒയ്ക്കൻ ഫീൽ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എൻ്റെ ചെയ്യാണ്. ഇതിലും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസിലൊക്കെ. ഈ ഒരു X4ൻ്റെ മെയിൻ രസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു GT മോഡലാണ്. അതായത് ഇതിൻ്റെ റൂഫ് കാണാം ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെയാണ്. അതാണ് ഈ ഒരു BMW X4 കൂടുതൽ മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം. അതാണ് X6 നമ്മൾ കണ്ടിട്ടുണ്ടാവും. X6ൻ്റെ ഒരു ബേബി എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ ഇത് ആക്ച്വലി ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത് നമ്മുടെ X3 ഉണ്ട്. BMW X3 പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിലുള്ള വിഷ്വൽസാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാണ് ആ ഒരു കൂപ്പെ ഡിസൈൻ ചെയ്ത് നൽകുന്നത്. അതായത് ഇവിടെ GT ആണ്, കൂപ്പയാണ്, എന്തെങ്കിലും ഒരു SUV ആണ്. എല്ലാം കൂടി ഒരു വാഹനം നമ്മുടെ BMW X4. CR ഒഴിഞ്ഞിറങ്ങുന്ന റൂഫിൽ നിന്ന് കാണാം. ഇനി ഇതാണ് റിയർ ലൈറ്റ്സ്. അതിലാണ് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു BMWൻ്റെ ഒരു BMWൻ്റെ ഒരു ലോഗോ അവിടെ ഉണ്ട്. ഇവിടെ ഒരു എക്സസ് പൈപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ റിയർ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയും ഒരു നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് BMW X4 എന്നുള്ള ഒരു ബാഡ്ജിങ് നൽകിയിട്ടുള്ളത്. ഇവിടെ വലിയ BMW യുടെ ആ ഒരു ലോഗോ.
അത്യാവശ്യം കയറി ഇരുന്ന് പോകാനും ഒക്കെ വല്ല വീക്കെൻഡൊക്കെ പോയി ഇങ്ങനെയൊക്കെ ഇരുന്ന് അല്ല ബീച്ചിലോ അല്ല മലയൊക്കെ കയറി ഇരുന്ന് പോകാനുള്ള സ്പേസും അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ആൻഡ് ഇവിടെ എന്താണ് എമർജൻസി കിറ്റ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു പവർ ബുക്ക് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്. ആശാൻ ഇവിടെ ഉണ്ട്, നമ്മുടെ BMW 7 സീരീസ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്പേസ് നൽകിയിട്ടുണ്ട്. എന്താണ്, അതെ, ഫസ്റ്റ് എയ്ഡ് കിറ്റുകളാണത്. അതിനിവിടെ XDrive 30i, അതായത് ഇത് 4 വീൽ ഡ്രൈവ് വാഹനമാണ്. ഇതിൽ 2 വീൽ റിയർ വീലിൽ നമുക്ക് 2 ഡ്രൈവ് മോഡ് ഉണ്ട്. XDrive ഉണ്ട്, അതുപോലെ തന്നെ അതായത് XDrive എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ 4 വീൽ ഡ്രൈവിനെയാണ്. 30i ഇതിൻ്റെ എൻജിനാണ്. I മീൻസ് പെട്രോൾ, ഡീസൽ അങ്ങനെ ആയിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 500 ലിറ്റേഴ്സാണ്. ആൻഡ് ഇനി അവിടെ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ചെറിയ വ്യത്യാസം നമ്മുടെ ഇതിവിടെ ഉണ്ടെന്നുള്ളൂ. ആൻഡ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 65 ലിറ്റേഴ്സാണ്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു 1.62 മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.91 മീറ്റർ ടു 1.93 മീറ്റേഴ്സാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് 4.75 ആണ്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2.86 മീറ്റേഴ്സും വീൽ ബേസ് നൽകുന്നുണ്ട്. അത് നമുക്ക് ഇന്റീരിയറിൽ കൂടുതൽ കാണാം. അത്രത്തോളം സ്പേസ് ബാക്കിലുണ്ടെങ്കിലും നമ്മുടെ ബൂട്ടിൽ അത്രത്തോളം സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നമുക്ക് അത്രത്തോളം നല്ല ഒരു സ്പേസ് ഇന്റീരിയറിലുണ്ട്. അത് നമുക്കിനി നേരെ ഇന്റീരിയറിലേക്ക് കിടക്കാം. നിങ്ങൾ ചെറുതായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ ആ ഒരു വെൽക്കം ലൈറ്റ് കാർപ്പറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതൽ ലൈറ്റിലുണ്ടാണ് നമുക്ക് കാണാതെ. 1 2 3 4 5 6 7 8 ലൈനുകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്നറിയില്ല. അതായത് നമുക്കതിലേക്ക് കയറാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡോർ ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു 3D സ്റ്റിച്ചിങ്ങോടുകൂടി ചെറിയ എലമെൻറ്റ് ട്രിംസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാനിവിടെ ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പിന്നെ 2 രീതിയിൽ നമുക്ക് നമ്മുടെ മെമ്മറി സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ സീറ്റിൻ്റെ. ഞാനിവിടെ ഒരു X എന്നുള്ളൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫീലാണ് അവിടെ ഉള്ളത്. അതിനിവിടെ ചെറിയ ഒരു സ്ട്രിപ്സിൽ നമുക്ക് ലൈറ്റ്സ് കാണാം, ആംബിയൻ ലൈറ്റിംഗ് ആണ്. ഇവിടെ നമ്മുടെ വിൻഡോ, അതുപോലെ മിറർ കൺട്രോൾ ചെയ്യാനുള്ളത്, നമ്മുടെ റിയർ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പീക്കർ നൽകിയിട്ടുണ്ട്. നല്ല സ്റ്റിച്ചിങ് ഉള്ള ഒരു ഡോർ ഹാൻഡിൽസ് മുതലുള്ള ഡോർ പാഡൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്ത്യയിലുള്ള മറ്റു വിശേഷങ്ങൾ കാണാം. പണ്ട് കണ്ടതുപോലെ BMW അതുപോലെ തന്നെയുള്ള മോഡൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യയിലും ഉള്ളത്. ഇവിടെ നമ്മുടെ ടച്ചിങ്ങുള്ള ചെറിയൊരു പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ക്രീൻ ഇവിടെ ഉണ്ട്. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകളുണ്ട്. ഇത് 360 ഡിഗ്രി ക്യാമറയുടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ AC കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. നമ്മുടെ പവർ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളത്. ഇവിടെയൊക്കെ 1 2 3 4 അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ നമ്മുടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ഇവിടെ നമ്മളെ AC കൺട്രോൾ ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ X4 എന്നുള്ളൊരു ലോഗോ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സോക്കറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലൈറ്റ്സ് ഇതൊരു ആഷ്ട്രേ ആണ്. ഇവിടെ നമുക്ക് ഒരു സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. ആക്ച്വലി നമുക്കത് ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് വെച്ചു എന്നുള്ളൂ. നമ്മളിതിനെതിരാണ്. എന്നിട്ട് കുരുങ്ങി വീണേ. ഓക്കെ. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത്. മാപ്പ്, നാവിഗേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഓട്ടോ പാർക്കിങ്ങിൻ്റെ ഓട്ടോ ഹോൾഡ്, അതുപോലെ തന്നെ ക്യാമറ, ഹിൽ അസിസ്റ്റ്. പിന്നെ 3 മോഡിൽ നമുക്ക് ഈ ഒരു വാഹനം സ്പോർട്ട്, കംഫോർട്ട്, ഇക്കോ പ്രോ മോഡിലൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ സ്റ്റെബിലേഷൻ്റെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗിയർ നോബ്. ഇതൊക്കെ ഇപ്പോൾ മിസ്സിങ് ആണ്, ഈ ഒരു ഗിയർ നോബൊക്കെ. ആക്ച്വലി ഇതൊരു ZF-ൻ്റെ 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവരൊരു Type C ആണ്. അവിടെ നമുക്ക് USB ആണെങ്കിൽ ഇവിടെ Type C ആണ്. ചെറിയ ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു ഇത്. പിന്നെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. BMW നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വീല് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ
ഇത് കാൾ ബട്ടൻ്റെ ആണ്. ഇവിടെയൊക്കെ കാള്, പിന്നെ ഇതിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഡിജിറ്റലാണ്. ഇതിലൂടെയാണ് നമ്മുടെ ഫ്യൂൽ ഗേജ്, RPM ഗേജ് കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ലൈറ്റ്സ് കൺട്രോളിങ് നൽകിയിട്ടുള്ളത്. ഇവിടെ ചില ടീറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതിന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇത് നമ്മൾ ഒരു വാഹനത്തിൽ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല ഈ ഒരു സീന്. ഞാനിവിടെ പനോറമിക് സൺറൂഫ് നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്സിൽ ഇതേപോലെ ഡിസൈനാണ് നേരത്തെ പോലെ വെൽക്കം ലൈറ്റ് കാർപ്പറ്റിൽ നൽകിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ BMW X4ൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി റിയറിലേക്ക് പോവാം. ഇനി ഇവിടെ ഒരു എക്സ് ബാഡ്ജ് ഉണ്ട്. അതിനിവിടെ ഒരു പവർ വിൻഡോ കൺട്രോൾ ചെയ്യലുണ്ട്. ചെറിയൊരു ഫ്രണ്ടിലെ കട്ട അത്ര അല്ലെങ്കിലും ചെറുതായൊരു ചെറിയൊരു സ്റ്റോറേജ് അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇത്രയും ക്യാമ്പ്ഡായിട്ട്, പക്ഷേ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ക്രാമ്പ്ഡ് ആയിട്ടൊരു ഫീലിംഗ് ഇവിടെ വരുന്നുണ്ട്. കാരണം ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ക്രാമ്പ്ഡ് ഫീലിംഗ് ഉണ്ട്. പക്ഷേ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പക്ഷേ സീറ്റ് കുറച്ചുകൂടി റീക്ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടായിരുന്നു. പക്ഷേ ഞാൻ ഇരിക്കുന്ന പൊസിഷനൊരു സുഖം കിട്ടുന്നില്ല. റിക്ലൈൻ ചെയ്യാനുള്ള ഫങ്ഷൻസ് ഇല്ല. എന്നാലും നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതുണ്ട്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഞാനിവിടെ ചെറിയൊരു ഹുക്ക് നൽകിയിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് എനിക്ക് വെച്ചാലും ഒരു 3 പേർക്ക് കൂളായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഈ വാഹനത്തിലുണ്ട്. ഇവിടെ അല്ല ഹെഡ് റെസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ കുറച്ചുകൂടി ഞാൻ 1.6 ഉള്ളൂ. ഒരു 1.7 ഒക്കെ ആകുമ്പോൾ ആൾക്ക് തല തട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു 2 ടൈപ്പ് C ചാർജ് പ്ലോട്ട് നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാനിവിടെ AC കൺട്രോൾ ചെയ്യാനുള്ളത്. ഇവിടെ 2 AC വെൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു AC വെൻസ് കാണുന്നില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ സൺറൂഫ് ഇതുവരെ ഏറ്റവും ഇവിടെ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ BMW X4ൻ്റെ റിയറിലെ വിശേഷങ്ങളൊക്കെ. ആ ഒരു നല്ല വിസിബിലിറ്റി ഉണ്ട് ഈ ഒരു വാഹനം. ഫ്രണ്ട് സീറ്റ് ഇനിയും മുന്നിലേക്ക് പോകാനുണ്ട്. അത് പോയാൽ ഇനിയും നല്ല ലെഗ് സ്പേസ് ഉണ്ട്. 3 പേർക്ക് കൂളായിട്ടിരിക്കാം. പക്ഷേ ഒരു സീറ്റ് കുറച്ചുകൂടി റീക്ലൈൻ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ കംഫോർട്ട് ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ നമുക്കിനി എൻജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു BMW M-ൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് പെഡൽസിനും നല്ല രസമുണ്ട് കാണാൻ. അതിലൊരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഇവിടെ നമുക്കൊരു ഫേക്ക് ആയിട്ടൊരു ക്ലച്ച് പാഡ് എന്ന് വേണമെങ്കിൽ പറയാം, അത് നൽകിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ യെസ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഒരു 2 ലിറ്റർ ഇൻലൈൻ ട്വിൻ പവർ ടെർബോ സ്ട്രൈറ്റ് 4 എൻജിനാണ്. പവർ വരുന്നത് 248 HP-യും അതുപോലെ 315 Nm ടോർക്കുമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൽ 1 2 3 4 ഒരു 4 അതാണ് നമ്മുടെ സിലിണ്ടറിനെ സൂചിപ്പിക്കുന്നത്. അതിനിവിടെ BMW എന്ന ലെറ്ററിങ് ഉണ്ട്, BMW ലോഗോയും ഉണ്ട്. കുറച്ചുകൂടി ഉള്ളിലേക്കാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ എന്ന് പറയാം. നല്ല 2 മസിലുകൾ, 2 വലിയ ഇതൊക്കെ നൽകിയിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. നല്ല ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് കാണാൻ. ആക്ച്വലി ഇതൊരു കവറിങ് ആണ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എൻജിൻസൊക്കെ ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സൗണ്ട് എന്നുള്ളത്. ചെറിയ കൂളായി വരുന്നുണ്ട്. ഇങ്ങനെ കൂളായി വാഹനം. ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ റൈവ് ചെയ്യാൻ പാടില്ല.
സോ ഇതാണ് നമ്മുടെ BMW X4. ഐ തിങ്ക് നാട്ടിൽ ഈ ഒരു ലോഞ്ചിങ്ങിന് ശേഷം പിന്നെ ഞാൻ ഈ വാഹനം കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര കോമണും കാര്യങ്ങളില്ല. ഇവിടെ അധികം ഈ ഒരു ഡിസൈന് ആക്ച്വലി നമ്മുടെ ലേഡീസൊക്കെയാണ് കൂടുതൽ ഈ ഒരു വാഹനം യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റു സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് വാഹനങ്ങളുടെ യാത്ര, ഫുഡ് വിശേഷങ്ങളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരും. അണ്ടിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.